ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് എൽസ ഹിയർ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഹൗ ടു സ്റ്റഡി എ ഐ. സോ എങ്ങനെയാണ് എ ഐ പഠിക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഒരു 10th ഗ്രേഡ് തന്നെയാണ് CBSE. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളാണ് ഇത് പറയാൻ. എന്തെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2-3 മാർക്സ് അത്രേ കട്ടായിട്ടുള്ളൂ. സോ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് എങ്ങനെയാണ് എ ഐ ഒക്കെ പഠിക്കുന്നത്. സോ ഐ തിങ്ക് ഞാനൊരു വീഡിയോ മേക്ക് ചെയ്യാം. സോ എവരിബഡി ക്യാൻ ഡു നാ. സോ ലെറ്റ് മീ കം ടു മൈ പോയിൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബൈ ഹാർട്ട്. നിങ്ങൾ എല്ലാ നോട്ട്സ് നിങ്ങൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. നോട്ട്സ് ആണെങ്കിൽ സാറന്മാർ തന്നെ നോട്ട്സ് മൊത്തം ലൈക്ക് എ ഐക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് സാറന്മാർ നോട്ട്സ് തരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നോട്ട്സ് തന്നെ തരുക. നല്ല നോട്ട്സ് തന്നെയാണ്, അത് നല്ലൊരു നോട്ട്സാണ് ഞങ്ങളുടെ സാറ് തരുന്നത്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ അത് നിങ്ങൾക്ക് കീവേഡ്സോ എന്തെങ്കിലും ലൈക്ക് ഇമ്പോർട്ടൻറ്റ് തിങ്സോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ പഠിക്കുന്നത് നോട്ട്സ് മാത്രമാണ്. സോ എൻ്റെ നോട്ട്സ് സാറ് തരുന്നത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളതാണ്. ലൈക്ക് ആൻസർ ടു ദ പോയിൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈക്ക് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സാണ് എൻ്റെ ഉള്ളത്. അപ്പം ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ അണ്ടർസ്റ്റാൻഡും ചെയ്യും. ചില കുട്ടികളാണെങ്കിൽ ബൈ ഹാർട്ട് മാത്രം ചെയ്തിട്ട് പോകും. അവർക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ജസ്റ്റ് അവർ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയി എഴുതും. സോ അവർക്ക് മാർക്ക് അത്ര കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ബട്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇപ്പം അണ്ടർസ്റ്റാൻഡ് മാത്രം ചെയ്തിട്ട് നമ്മൾ പോയിരുന്ന എഴുതിയ ഒരു വിഷയമുണ്ട്. നമുക്ക് എങ്ങനെ ആ സെൻറ്റൻസ് കാണിക്കേണ്ടത്, എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് കാണും. പക്ഷെ നമുക്കത് എങ്ങനെ അത് എഴുതേണ്ടതെന്ന്, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല. സോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്. സോ ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പഠിക്കുക. സോ എനിക്കറിയത്തില്ല നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, പക്ഷേ ഞാൻ നോട്ട്സ് മാത്രമേ പഠിക്കത്തുള്ളൂ. ആൻഡ് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ബിക്കോസ് അതിൻ്റെ അകത്ത് കുറേ തിയറി പോലത്തെ കാര്യങ്ങളാണുള്ളത്. പക്ഷേ ലാസ്റ്റ് വരുമ്പം കുറച്ച് മാത്സും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ലൈക്ക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മാത്സ് ഉണ്ട്. സോ ആ മാത്സ് ഈസി ആയിട്ടുള്ളതാണ്. നമ്മുടെ ഒരു മാത്സിൻ്റെ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പം ഇത് വളരെ ഈസിയാണ്. കുറച്ച് ഫോർമുല മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് നമുക്കത് എഴുതാൻ പറ്റുന്നതാണ്. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്സ് കിട്ടും. അങ്ങനെ കുറച്ച് പോയിന്റിൽ നിങ്ങൾക്ക് കുറേ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ഇടാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിന്ന് എവിടെ നിന്നൊക്കെ വരുന്നതെന്ന്. സോ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. സോ ഞാനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഇഫ് യു ഗൈസ് വാണ്ട് മൈ നോട്ട്സ്, എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF ആയിട്ട് സെൻഡ് ആക്കാം. മീൻസ് PDF ആയിട്ട് എൻ്റെ അകത്ത് ഇടാം. സോ എ ഐ പഠിക്കാൻ വളരെ ഈസിയാണ്. അതിനകത്ത് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, അങ്ങനെ കുറച്ച് ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. സോ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ ബൈ ഹാർട്ടും ചെയ്യും, അണ്ടർസ്റ്റാൻഡും ചെയ്യും. സോ കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആയിരിക്കും. പിന്നെ എനിക്ക് ബൈ ഹാർട്ട് ചെയ്യുന്നതുകൊണ്ട് അതെങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാൻ പറ്റും. സോ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ആൻഡ് എനിക്ക് നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മാർക്ക് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രീ ബോർഡിന് എനിക്ക് 45 ഉണ്ടായിരുന്നു 50ൽ. ഞങ്ങൾ ആ പേപ്പർ കണ്ടിട്ടില്ല. 5 മാർക്സ് എവിടെയെങ്കിലും പോയി കാണും, പക്ഷേ അത് അത്ര പോകാൻ സാധ്യതയില്ല. എനിക്കൊന്ന് കാണുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയേനെ. പിന്നെ പീരിയോഡിക് ടെസ്റ്റുകൾക്കെല്ലാം എനിക്ക് ഫുൾ മാർക്കായിരുന്നു. സോ എനിക്ക് എ ഐ അത്ര പ്രശ്നമില്ല. പക്ഷേ ഞാൻ കുറേ കുട്ടികളെ കേട്ടിട്ടുണ്ട് അവർക്ക് എ ഐ കുറച്ച് പാടാണ്. പക്ഷേ ഞാൻ ടെസ്റ്റോ വേറെ ഗൈഡോ റെഫറൻസോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നോട്ട്സ് മാത്രമേ റിവൈസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴത്തെ ന്യൂ സിലബസ് അനുസരിച്ച് എ ഐക്ക് ബോർഡ് എക്സാമിന് കുറച്ചും കൂടെ കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരത്തെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇൻഡയറക്റ്റായിട്ട് വേറെ രീതിയിൽ വളച്ച് ചോദിക്കും. അതാണ് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. സോ എ ഐ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ so I can do more videos. Thank you guys. Bye.